എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ലഭിച്ചില്ല. ഇനി എന്നാണ് ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കുക എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. മെയ് മാസത്തേക്ക് കടന്നതോടുകൂടി ഈ ചോദ്യങ്ങൾ കൂടിയിട്ടുണ്ട്. മെയ് 4-നാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. ഇന്ന് മെയ് 2-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ നിലവിലെ മന്ത്രിസഭയുടെ അവസാന മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷമേ ഇനി അടുത്ത മന്ത്രിസഭാ യോഗം ഉണ്ടാവുകയുള്ളൂ. LDF വന്നാലും UDF വന്നാലും മെയ് 25-ന് മുമ്പ് മന്ത്രിസഭ രൂപീകരിക്കും. അപ്പോൾ മെയ് 25-ാം തീയതി മുതൽ നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് 4-ാം തീയതി വരെ നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പോൾ ആര് വന്നാലും ക്ഷേമ പെൻഷൻ ഇനി മുടങ്ങില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 1-ാം പിണറായി സർക്കാരാണ് എല്ലാ മാസവും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ പെൻഷൻ വിതരണം ആക്കിയത്. കേരള സ്റ്റേറ്റ് സോഷ്യൽ പെൻഷൻ സെക്യൂരിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള വിതരണം ആരംഭിച്ചത്. അതിനു മുമ്പ് മണി ഓർഡറായി വീടുകളിലേക്ക് 4-5 മാസത്തേത് ഒരുമിച്ച് അയക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 10 വർഷത്തിന് ശേഷം ഇനി ഭരണത്തിൽ ഏറുന്ന സർക്കാർ അത് ആരായാലും പെൻഷൻ വിതരണത്തിൽ ഇനി പിന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത്. 2000 രൂപ ക്ഷേമ പെൻഷൻ ആര് ഭരണത്തിൽ വന്നാലും ഇനി 5 വർഷം കൊണ്ട് 3000 രൂപയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ 100 രൂപയുടെയെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് അതെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 2ഉം 3ഉം പെൻഷൻ ലഭിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇരട്ട പെൻഷനുകൾ നിർത്തലാക്കിയത്, അതായത് ക്ഷേമ ബോർഡുകളിൽ അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും ലഭിച്ചിരുന്നു. എന്നാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് നിർത്തലാക്കുന്ന അവസ്ഥ ഉണ്ടായി. അതിനുശേഷം ഒരു പെൻഷനാണ് കൃത്യമായിട്ട് പൂർണ്ണമായും ലഭിച്ചിരുന്നത്. 600 രൂപയാണ് 2ാമത്തെ പെൻഷനായിട്ട് മാക്സിമം ലഭിച്ചിരുന്നത്. ചില ആളുകൾക്ക് അത് കിട്ടാത്ത അവസ്ഥയുമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇലക്ഷന് മുമ്പ് 5 മാസത്തേത് നൽകി എങ്കിലും പിന്നീടുള്ള 12 മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് 600 രൂപ മാത്രമാണുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടുന്നുമില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം 2000 കിട്ടുമ്പോഴാണ് ഇവരുടെ ഈ ദുർഗതി. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ അവകാശങ്ങളെല്ലാം മുടങ്ങി മരണപ്പെട്ടു പോയിട്ടും ഉണ്ട്. എന്തായാലും പുതിയ സർക്കാർ വരുമ്പോൾ ഇനി ഇരട്ട പെൻഷൻ ഉണ്ടാകുമോ, അതോ മുടങ്ങിയിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവ പുനഃസ്ഥാപിക്കുമോ, കൃത്യമായിട്ട് വിതരണം ചെയ്യുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാരണം. മറ്റൊന്ന് മാനദണ്ഡങ്ങളാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം, 1000 cc മുകളിലുള്ള വാഹനം, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി, താമസിക്കുന്ന വീട്ടിൽ AC ഉൾപ്പെടെയുള്ള ആഡംബര സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം പെൻഷന് അർഹത ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ഇത് സ്വന്തമായിട്ട്, അതായത് വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചോണം എന്നില്ല. അവർ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ മറ്റൊരു അംഗങ്ങൾക്ക് ഉണ്ട് എങ്കിലും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇനി പുതിയ സർക്കാർ വന്നിട്ട് അതിൽ ഇളവ് നൽകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കുണ്ട്. AC ഒക്കെ ഇപ്പോൾ ആഡംബര വസ്തു എന്നതിൽ നിന്നും ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. കാരണം AC ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ഒന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. സാധാരണക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് AC വെക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റ് ആളുകളുടെ പെൻഷൻ മുടങ്ങിപ്പോകുന്ന സാഹചര്യം, അത് വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വീട്ടിലുള്ള ഏതെങ്കിലും മകനോ മകളോ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തതിൻ്റെ കാരണത്താൽ പാവപ്പെട്ട വൃദ്ധരുടെ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള ആളുകളുടെയൊക്കെ പെൻഷൻ മുടങ്ങിപ്പോകുന്നത് സാഹചര്യം വളരെ ദയനീയമാണ്. അതിലെല്ലാം മാറ്റം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി മെയ് 20-ന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന്, അത് ഏത് മുന്നണി ആയാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ പെൻഷൻ വിതരണമാണ് മെയ് മാസത്തിൽ നടക്കുന്നത്. പക്ഷേ LDF സർക്കാരിൻ്റെ അവസാന ഉത്തരവിൽ ഒന്നാണ് മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ തുക അനുവദിക്കേണ്ടത് പുതിയ മന്ത്രിസഭയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനിയും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങിയെങ്കിലും 2 മാസം വിതരണം ചെയ്ത് ഏപ്രിൽ മാസത്തേത് കുടിശ്ശികയായിരിക്കുകയാണ്.
കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.